Hello everyone, welcome to CS Classroom. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പോളിനോമിയൽ റിപ്രസെന്റേഷൻ യൂസിങ് ലിങ്ക് ലിസ്റ്റ്. ഓക്കെ, സോ പോളിനോമിയൽ നമുക്കറിയാം എന്താണ്, നമ്മൾ നേരത്തെ നോക്കിയായിരുന്നു. അത് നമുക്ക് എങ്ങനെ ലിങ്ക് ലിസ്റ്റ് വെച്ചിട്ട് റിപ്രസെന്റ് ചെയ്യാൻ പറ്റും, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. നമ്മൾ ഒബ്വിയസ്ലി സി ഇംപ്ലിമെന്റേഷൻ ആയിരിക്കും ചെയ്യാൻ പോകുന്നത്. സോ ഞാൻ ആദ്യം നിങ്ങൾക്ക് പോളിനോമിയലിന്റെ ഒരു ചെറിയൊരു ബ്രീഫ് ഐഡിയ തരാം. സംതിങ് ലൈക്ക് നമ്മൾ 5x³ പ്ലസ് 2x square plus 3x plus 5. ഈ 5 എന്ന് പറയുമ്പോഴത്തേക്കും യു ക്യാൻ സേ 5x raised to 0. Alright. So നമുക്കറിയാം ഈ ഡിക്രീസിങ് പവർ 3, then 2, 1, 0. ഇത് നമ്മളെ എക്സ്പോണന്റ് എന്ന് പറയും, ഇതിനെ നമ്മൾ കോയിഫിഷ്യന്റ് എന്ന് പറയും. ഓൾറൈറ്റ്, നമുക്ക് ഇങ്ങനത്തെ ഒരു എക്സ്പ്രഷൻ നമുക്ക് എങ്ങനെയായിരിക്കും റീപ്രസെന്റ് ചെയ്യാൻ പറ്റുക? നമ്മൾ അറേസ് വെച്ച് റീപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്താണ്, അതിൽ കുറെ മെമ്മറി വേസ്റ്റേജ് നമ്മൾ കണ്ടിരുന്നു. ഓക്കെ, സോ ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പോവാ, ഇപ്പൊ നമ്മൾ ലിങ്ക് ലിസ്റ്റ് വെച്ചിട്ട് ഇതിനെ എങ്ങനെയായിരിക്കും നമുക്ക് റീപ്രസെന്റ് ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യമായിരിക്കും നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ നമ്മൾ ജസ്റ്റ് തുടങ്ങാം. ഓൾറൈറ്റ്, സോ ഇതാണ് നമ്മുടെ കോഡ്. ഓൾറൈറ്റ്, സോ ഇത് നമുക്കറിയാം, ഈ കോഡ് നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാം. റൈറ്റ്, ഇത് നമ്മൾ എന്താണ്, ആഡ് ടേം, പുതിയ ടേം ആഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കോഡാണ്. മെയിൻ ഫംഗ്ഷന്റെ കോഡ് ഇതാണ്. ഓൾറൈറ്റ്, സോ നമ്മൾ എന്ത് ചെയ്യുകയാണ്, മെയിൻ ഫംഗ്ഷനിൽ നിന്ന് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്ന ടേംസ് നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇതെല്ലാം ഡീറ്റെയിൽ നമുക്ക് നോക്കാം. ഓൾറൈറ്റ്, സോ ഇവിടെ ആയിരിക്കും നമ്മൾ സിമുലേഷൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ എന്താ നമ്മൾ ചെയ്യുന്നത്, യു ക്യാൻ സി ഹെഡ്, 5, 3. ഇതെല്ലാം നമുക്ക് ഡീറ്റെയിൽ നോക്കാം, ഇതെല്ലാം എന്താന്നുള്ള കാര്യം. സോ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ 5, 3 എന്ന് പറയുമ്പോൾ ഈ 5 ഇവിടെ കോയിഫിഷ്യന്റ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞത് കോയിഫിഷ്യന്റ് എന്ന് പറയുമ്പോൾ സപ്പോസ് 5x² ആണെങ്കിൽ 2 എന്തായിരിക്കും, എക്സ്പോണന്റ് ആയിരിക്കും. 5 എന്ന് പറയുമ്പോൾ അതിന്റെ കോയിഫിഷ്യന്റ് ആയിരിക്കും. ഈ കേസിൽ 5x³ എന്ന് വേണമെങ്കിൽ പറയാം. സോ 3 എന്താണ്, അതിന്റെ എക്സ്പോണന്റ് ആണ്. 5 എന്താണ്, കോയിഫിഷ്യന്റ് ആണ്. ഓൾറൈറ്റ്, സോ നമ്മൾ എന്ത് ചെയ്യുവാണ്, നമ്മൾ ടേം ആഡ് ചെയ്യുവാണ്. ടേം ആഡ് ചെയ്യുന്ന ഫംഗ്ഷൻ ആണ് ആഡ് ടേം എന്ന് പറയുന്നത്. ഓൾറൈറ്റ്, ഇത് നമുക്കറിയാം നമ്മുടെ നോഡിന്റെ സ്ട്രക്ചർ എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യമാണ് ഇവിടെ ഡിസ്ക്രൈബ് ചെയ്തത്. നമ്മൾ നേരത്തെയൊക്കെ നമ്മൾ ജസ്റ്റ് രണ്ട് കാര്യങ്ങൾ, ഡേറ്റ ആൻഡ് നെക്സ്റ്റ്. ഇവിടെ നമുക്ക് ഡേറ്റയിൽ തന്നെ രണ്ട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, വി മസ്റ്റ് ഹാവ് 3 ഡിവിഷൻസ്. ഏതൊക്കെയാണ്, ഒന്ന് കോയിഫിഷ്യന്റിന് വേണ്ടി, മറ്റൊന്ന് എക്സ്പോണന്റിന് വേണ്ടിയും, മറ്റൊന്ന് നെക്സ്റ്റ് അഡ്രസ്സിന് വേണ്ടിയും. ഓൾറൈറ്റ്, സോ നമുക്ക് എന്തുണ്ടാവും, ഇൻസ്റ്റെഡ് ഓഫ് ഡേറ്റ ആൻഡ് ജസ്റ്റ് നെക്സ്റ്റ്, നമ്മൾ ഡേറ്റ തന്നെ രണ്ടായിട്ട് ഡിവൈഡഡ് ആണ്, കോയിഫിഷ്യന്റ് ആൻഡ് എക്സ്പോണന്റ്. അതിനുശേഷം നമുക്ക് എന്തുണ്ട്, നെക്സ്റ്റ് അഡ്രസ്സിലോട്ട് പോയിന്റ് ചെയ്യുന്ന വേരിയബിളും അഡ്രസ്സും ആ നോഡിൽ ഉണ്ടാവും. ഓൾറൈറ്റ്, ഇനി നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, നമുക്ക് തുടങ്ങാം. ഓൾറൈറ്റ്, നമ്മൾ മെയിൻ ഫംഗ്ഷൻ എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എക്സിക്യൂഷൻ തുടങ്ങുന്നത്. യു ക്യാൻ സി സ്ട്രക്ട് നോഡ് സ്റ്റാർ ഹെഡ്. ദാറ്റ് മീൻസ് ഹെഡ് എന്ന് പറയുന്നത് എന്താണ്, ഒരു വേരിയബിൾ ആണ് ഓഫ് ദി ടൈപ്പ് നോഡ്. അതിന് ആദ്യം നമ്മൾ ഈ ഹെഡ് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഏതെങ്കിലും വലിയൊരു ഇക്വേഷൻ എഴുതുകയെന്ന് വിചാരിച്ചു, 5x³ പ്ലസ് 2x² പ്ലസ് 3x പ്ലസ് 1. ഹെഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഫസ്റ്റ് ഇക്വേഷനെ കാണിക്കുന്നതാണ്, ഫസ്റ്റ് ടേമിനെ കാണിക്കുന്ന പോയിന്റർ വേരിയബിൾ ആണ് ഹെഡ്. ഓൾറൈറ്റ്, സോ ഹെഡിന് നമ്മൾ ഏറ്റവും ആദ്യം ഇനിഷ്യൽ. സോ യു ക്യാൻ സി നമ്മുടെ മെയിനിൽ ഒരു ഹെഡ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഈ പെർട്ടിക്കുലർ ആഡ് ടേം എന്ന് പറഞ്ഞ ഫംഗ്ഷനിൽ ഒരു ഹെഡ് ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുവാണ്, ജസ്റ്റ് മെയിൻ ഫംഗ്ഷനിലുള്ള ഹെഡ്, അതിന് നമ്മൾ എന്ത് ചെയ്തു, നൾ എഴുതി. റിമെമ്പർ ദാറ്റ് ദീസ് 2 ആർ 2 ഡിഫറെന്റ് വേരിയബിൾസ് ഓഫ് ദ സെയിം നെയിം. വീണ്ടും പറയാം, രണ്ടും ഡിഫറെന്റ് വേരിയബിൾ ആണ്, പക്ഷെ ഒരേ പേര് തന്നെയാണ്. ഓൾറൈറ്റ്, അപ്പൊ നമ്മൾ മെയിൻ ഫംഗ്ഷനിലെ ഹെഡ് നമ്മൾ എന്ത് ചെയ്തു, നള്ളാക്കി സെറ്റ് ചെയ്തു. ഇതാണ് നമ്മൾ ആദ്യം ചെയ്ത ജോലി. ഓൾറൈറ്റ്, സോ ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, അടുത്ത ടേമിൽ നമ്മൾ ഫംഗ്ഷനെ കോൾ ചെയ്യുവാണ്. റൈറ്റ്, യു ക്യാൻ സി ഫംഗ്ഷൻ ഈസ് ബീങ് കോൾഡ്. അതിനെന്തുണ്ട്, റിട്ടേൺ ടൈപ്പ് ഉണ്ട്. ആ റിട്ടേൺ എവിടെ വരണം, ഹെഡിലോട്ട് തന്നെ വരണം. ഓൾറൈറ്റ്, നമ്മൾ ഏറ്റവും ആദ്യം എന്ത് ചെയ്യാം, നമ്മൾ കോൾ ചെയ്യാം. കോൾ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് പാസ് ആവുന്നത്, ഹെഡ് വാല്യൂ പാസ് ആവുന്നുണ്ട്, ഈ ഹെഡ് വാല്യൂ. ആൻഡ് എന്തൊക്കെയാ പാസ് ആവുന്നത്, 5, 3. അപ്പൊ 5 എന്ന് പറയുമ്പോഴത്തേക്ക് എവിടെയാണ് ഇത് പാസ് ആവുന്നത്, ഈ 3 വാല്യൂസും ആഡ് ടേം. റൈറ്റ്, ഇറ്റ് ഈസ് ഗോയിങ് ഹിയർ. ഓക്കെ, എന്തൊക്കെയാണ് പാസ് ആവുന്നത്, ഈ ഹെഡ് എവിടെയാ പാസ് ആവുന്നത്, ഇറ്റ് ഈസ് കമ്മിങ് ഓവർ ഹിയർ. ഈ 5 എന്ന് പറയുന്നത് എവിടെയാ പാസ് ആവുന്നത്, ഇവിടെയാ വരുന്നത്. 3 എന്ന് പറയുന്നത് ഇവിടെയാണ് പാസ് ആവുന്നത്. സോ 5 കംസ് ഓവർ ഹിയർ ആൻഡ് 3 കംസ് ഓവർ ഹിയർ, ഹെഡ് കംസ് ഓവർ ദെയർ. ഓൾറൈറ്റ്, സോ എന്തൊക്കെയാണ് വരുന്നത്, യു ക്യാൻ സി 5 ഇവിടെ വരും കോയിഫിഷ്യന്റ് പൊസിഷനിൽ, ആൻഡ് എക്സ്പോണന്റ് വരും ഇവിടെ വരും, 3ന്റെ ഇവിടെ പൊസിഷൻ, ഈ എന്ന് പറയുന്ന വാല്യൂല് വരും. സോ യു ക്യാൻ സി നമ്മൾ
ആഡ് ടേം എന്ന് പറഞ്ഞ ഫംഗ്ഷനിൽ തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, രണ്ട് ലോക്കൽ വേരിയബിൾ എടുത്തിട്ടുണ്ട്. ഇൻഫാക്ട് 3 ലോക്കൽ വേരിയബിൾ. ഹെഡ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ലോക്കൽ വേരിയബിൾ ആണ് ഓഫ് ദി ടൈപ്പ് നോഡ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, CE. ഓൾറൈറ്റ്, സോ യു ക്യാൻ സീ നമ്മൾ ആഡ് ടേം എന്ന് പറഞ്ഞ ഫംഗ്ഷനിൽ നമ്മൾ ഒന്ന് ഹെഡ്, റൈറ്റ്, ആഡ് ടേമിന്റെ ഹെഡ് ആണ്. അതിലെന്താണ് നമ്മൾ ഇവിടെ നിന്നുള്ള വാല്യൂ ആണ് പാസ് ചെയ്യുന്നത്. ഇവിടെ നിന്നുള്ള വാല്യൂ എന്തായിരുന്നു, നള്ളായിരുന്നു. സോ ഇതിനകത്തും നള്ള് തന്നെ ആയിരിക്കും. പിന്നെ നമുക്ക് എന്തുണ്ട്, സിയും ഇയും ഉണ്ട്. സിഇയിൽ എന്താണ് പാസ് ചെയ്തത്, 5ഉം 3 ആണ് പാസ് ചെയ്തത്. അതുപോലെ നമ്മൾ എന്താണ്, n എന്ന് പറഞ്ഞ ഒരു വേരിയബിൾ ഇവിടെ യു ക്യാൻ സി. ആ n എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് നമുക്ക് നന്നായിട്ട് അറിയുന്ന ടേം ആണ്, റൈറ്റ്. നമ്മൾ എന്താണ്, നമ്മൾ നോഡ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിന്റെ അഡ്രസ്സ് വെക്കുന്ന സംഭവമാണ് n. ഓൾറൈറ്റ്, സോ സിഇയിൽ എന്താണ് പാസ് ആയത്, 5ഉം 3ഉം. സോ യു ക്യാൻ സി സിയിൽ 5ഉം 3ഉം ഇവിടെ പാസ് ചെയ്തു. യു ക്യാൻ സി നൗ n എന്ന് പറഞ്ഞ വേരിയബിൾ ഉണ്ട്. ഇത് നമ്മൾ എന്താ ചെയ്യുമ്പോൾ നമ്മൾ നോഡ് ക്രിയേറ്റീവ് ആണ്. അപ്പൊ നോഡിൽ എന്തൊക്കെ ഉണ്ടാവും, നമ്മൾ നേരത്തെ കണ്ട പോലെ എന്തൊക്കെ ഉണ്ടാവും, 3 ഡിവിഷൻസ് ഉണ്ട്. ഒന്ന് കോയിഫിഷ്യന്റിന്റെ ഉണ്ട്, കോയിഫിഷ്യന്റ്, പിന്നെ ഒന്ന് എക്സ്പോണന്റിന്റെ ഉണ്ട്, പിന്നെ ഒന്നും നെക്സ്റ്റിന്റെ ഉണ്ട്. ഓൾറൈറ്റ്, സോ സംതിങ് ലൈക്ക് ദിസ്, കോയിഫിഷ്യന്റ്, എക്സ്പോണന്റ് ആൻഡ് നെക്സ്റ്റ്. അതിന്റെ അഡ്രസ് എന്താണ്, സപ്പോസ് 1000 ആണ്. ആ 1000, ഓക്കെ. സോ നമ്മൾ എന്താണ്, ഈ ക്രിയേഷൻ ആണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഓൾറൈറ്റ്, സൈസ് എന്തായിരിക്കും, നമ്മുടെ ഈ നോഡിന്റെ സൈസ് ആയിരിക്കും, റൈറ്റ്. അതിന്റെ അഡ്രസ് എന്താണ്, 1000. ആ 1000 എവിടെ ആയിരിക്കും വരിക, ഇവിടെ ആയിരിക്കും വരിക. ഓൾറൈറ്റ്, സോ യു ക്യാൻ സി എന്തായിരിക്കും വരിക, നമ്മുടെ 1000 n-ലോട്ട് വന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ആവുന്നുള്ള n നമുക്ക് 1-ലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ആവും, റൈറ്റ്, സംതിങ് ലൈക്ക് ദിസ്. ഓൾറൈറ്റ്, സോ n-ൽ എന്തുണ്ട്, 1000, ദിസ് 1000 ഇവിടെ ഉണ്ട്. റൈറ്റ്, ഇത്രയും കാര്യം ക്ലിയർ ആയി. ഇനി നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഈ പെർട്ടിക്കുലർ നമ്മുടെ നോഡില് നമ്മൾ വാല്യൂ ഇട്ട് കൊടുക്കണം. സോ യു ക്യാൻ സി n-ന്റെ കോയിഫിഷ്യൻ. സോ n എന്താണ്, 1000 കോയിഫിഷ്യൻ എന്ന് പറയുമ്പോൾ ഇത്, റൈറ്റ്. അതിലോട്ട് നമ്മൾ c ഇട്ട് കൊടുക്കും. സിയിൽ എന്തായിരുന്നു, യു ക്യാൻ സി ഇവിടെ നിന്ന് വന്ന വാല്യൂസ് ആയിരുന്നു 5ഉം 3ഉം. സോ സി എങ്ങോട്ടേക്ക് വരും, കോയിഫിഷ്യനിലോട്ട് വരും. സോ യു ക്യാൻ സി 5 ഇവിടെ വരും ആൻഡ് 3 ഇവിടെ വരും. നെക്സ്റ്റ് എന്തായിരിക്കും, നെക്സ്റ്റ് നള്ളാക്കും, റൈറ്റ്. സോ സംതിങ് ലൈക്ക് ദിസ്, 5 3 നൾ. ഓൾറൈറ്റ്, ഇത്രയും കാര്യം ക്ലിയർ ആയി. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാ, നമ്മൾ ചെക്ക് ചെയ്യുവാണ് ഒരു കണ്ടീഷൻ. ഇഫ് ഹെഡ് ഈക്വൽ ടു നൾ, യെസ്. ഈ ഹെഡ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഈ ലോക്കൽ വേരിയബിളിന്റെ ഹെഡ് ആണ്, റൈറ്റ്. സോ ദിസ് വൺ, റൈറ്റ്. ഡോണ്ട് ബി കൺഫ്യൂസ്. നമ്മൾ ഇത് മുഴുവൻ കംപ്ലീറ്റ് ആക്കുമ്പോൾ നമുക്ക് പ്രോപ്പർ ഐഡിയ കിട്ടും എന്താ നടക്കും എന്നുള്ള കാര്യം. ഓക്കെ, സോ ഹെഡ് എന്താണ്, നള്ളാണ്. നള്ളാണ് നമ്മൾ എന്ത് റിട്ടേൺ ചെയ്യണം, n. ആർക്ക് റിട്ടേൺ ചെയ്യണം, യു ക്യാൻ സി ഇവിടെ നിന്നാണ് വിളിച്ചത്. ഇവിടെ വിളിക്കുന്നത് എന്ന് പറയുമ്പോൾ ഒരു റിട്ടേൺ വാല്യൂ വരുന്ന എവിടെ ആയിരിക്കും വരാൻ പോകുന്നത്, ഈ ഹെഡിലോട്ട് വരും. സോ ഹെഡ് നള്ളാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു, n-ന്റെ വാല്യൂ 1000 എങ്ങോട്ടേക്ക് വരും, നമ്മുടെ ഈ ഹെഡിലോട്ട്, നമ്മുടെ മെയിൻ ഫംഗ്ഷനിലെ നമ്മുടെ ഹെഡിലോട്ട് വരും. ഓൾറൈറ്റ്, സോ യു ക്യാൻ സി എന്ത് വന്നു, 1000 ഇവിടെ വന്നു. ഓൾറൈറ്റ്, ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്, നമ്മുടെ ഒരു ആദ്യത്തെ നോഡ് ക്രിയേറ്റ് ആയി. ഓൾറൈറ്റ്, ഇനി ഇത് കംപ്ലീറ്റ് ആയി. നമ്മൾ സപ്പോസ് അടുത്ത ഒരു നോഡും കൂടെ, നമ്മൾ അടുത്തൊരു ടേം കൂടെ ആഡ് ചെയ്യുവാണ്. സപ്പോസ് 4,2 ആണ് എനിക്ക് ആഡ് ചെയ്യേണ്ടത്. സോ എന്തായിരിക്കും സംഭവിക്കുക, ക്യാൻ സി ഈ ഹെഡിന്റെ വാല്യൂ എന്താണ്, ഇപ്പോൾ 1000 ആണ്. ആ 1000 എവിടെ വരും, ഇവിടെ വരും. 4 എവിടെ വരും, ഇവിടെ വരും. 2 എവിടെ വരും, ഇവിടെ വരും. സോ 4 and 2 ഇവിടെ വരും. ഹെഡിന്റെ വാല്യൂ നമ്മുടെ അതിലോട്ട് വരും. ഓക്കെ, യു ക്യാൻ സി സംതിങ് ലൈക്ക് ദിസ്. ഹെഡിന്റെ വാല്യൂ 1000 ഇവിടെ ആയിരുന്നു, ഇവിടെ അത് വന്നു. നൗ സി ആൻഡ് ഇയിൽ എന്ത് വരും, സി ആൻഡ് ഇയിൽ 4,2 വന്നു. യു ക്യാൻ സി, റൈറ്റ്. ഇത്രയും കാര്യങ്ങൾ നടന്നു കഴിഞ്ഞു. നമ്മൾ ഇവിടെ വാല്യൂസ് വന്നു. ഇനി നമ്മൾ ഇത് എടുക്കാൻ പോവാണ്. യു ക്യാൻ സി നമ്മൾ എന്താണ് ചെയ്യുന്നത്, ഒരു നോഡ് ക്രിയേറ്റ് ചെയ്യും, റൈറ്റ്. ആ നോഡ് ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് സപ്പോസ് ഇപ്പൊ ക്രിയേറ്റ് ആയി. ഇപ്പൊ ക്രിയേറ്റ് ആകുമ്പോൾ ആ നോഡിന്റെ വാല്യൂ എന്താണ്, 2000 ആണ്. ആ 2000 എവിടെ വരണം, n-ലോട്ട് വരണം. സോ യു ക്യാൻ സി n-ലോട്ട് എന്ത് വന്നു, 2000 വന്നു. അപ്പൊ ഇതും ക്ലിയർ ആയി. ഇത്രയും കാര്യം നമുക്ക് നന്നായിട്ട് അറിയാം, റൈറ്റ്. ഇനി നമ്മൾ എന്ത് ചെയ്യുവാണ്, n പോയിന്റ് ചെയ്യുന്ന ആരെയാണ്, 2000ന്റെ കോയിഫിഷ്യന്റിലോട്ട് എന്ത് ചെയ്യണം, സി എന്തായിരുന്നു, 4, റൈറ്റ്. ആൻഡ് ഇ എന്തായിരുന്നു, 2. സോ 4 എവിടെ വരും, ഈ പ്ലേസിൽ വരും. 2 എവിടെ വരും, ഈ പ്ലേസിൽ വരും. നൾ എവിടെ വരും, ഈ പ്ലേസിൽ വരും, റൈറ്റ്. സംതിങ് ലൈക്ക് ദിസ്, 4 2 നൾ. ഇനി നമ്മൾ എന്ത് ചെയ്യുവാണ്, ഇനി നമ്മൾ വീണ്ടും ചെക്ക് ചെയ്യുവാണ്, ഹെഡ് നള്ളാണോ. ഹെഡ് നള്ളാണോ, നോ, ഹെഡ് നള്ളല്ല. കാരണം ഹെഡ് എന്താണ്, 1000 ആണ്. സോ ഇത് കണ്ടീഷൻ ഫോൾസ് ആയി. നമ്മൾ നേരെ ഇങ്ങോട്ടേക്ക് വന്നു. നൗ നമ്മൾ എന്ത് ചെയ്യുവാണ്, ഒരു പുതിയ ഒരു വേരിയബിൾ, യു ക്യാൻ സി പി എന്ന് പറയുന്ന ഒരു വേരിയബിൾ ക്രിയേറ്റീവ് ആണ്, റൈറ്റ്. അതിൽ നമ്മൾ എന്ത് വാല്യൂ ഇൻസേർട്ട് ചെയ്യും, നമ്മുടെ ഹെഡിന്റെ വാല്യൂ എന്താണ്, 1000. അത് നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്ത് നമ്മൾ ഇട്ടു. ഓൾറൈറ്റ്, ഇനി നമ്മൾ എന്ത് ചെയ്യുക, നൗ യു ക്യാൻ സി നമ്മൾ എന്താണ്, ഒരു വൈൽ ഇവിടെ എക്സിക്യൂട്ട് ചെയ്യുവാണ്. വൈൽ പി ഓഫ് നെക്സ്റ്റ്, പി എന്താണ്, 1000ന്റെ നെക്സ്റ്റ് എന്താണ്, നൾ. പി ഓഫ് നെക്സ്റ്റ് ഇസ് നോട്ട് ഈക്വൽ ടു നൾ ആണെങ്കിൽ ഇത് ചെയ്യണം, അല്ല എങ്കിൽ ഇത് ചെയ്യണം. സോ എന്താണ്, ഇവിടെ നള്ളാണ്. ദാറ്റ് മീൻസ് എന്താണ്, ഈ കണ്ടീഷൻ ഫോൾസ് ഇവിടെ വരും. n എന്താണ്, നമ്മുടെ 2000.
ആ 2000 പി ഓഫ് നെക്സ്റ്റ്, ദാറ്റ് മീൻസ് ഇവിടെ ഈ വാല്യൂ പി ഓഫ് നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ 2000 എന്ന് പറഞ്ഞ വാല്യൂ ഇവിടെ ഇടണം. ഓൾറൈറ്റ്, സംതിങ് വുഡ് ബി ഇറ്റ് വുഡ് ലുക്ക് സംതിങ് ലൈക്ക് ദിസ്. ഓൾറൈറ്റ്, 2000 ഇവിടെ വന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യുവാണ്, നമ്മൾ ഹെഡിന് റിട്ടേൺ, ഹെഡ് എന്തായിരുന്നു നമ്മുടെ, സോ യു ക്യാൻ സി 2000 ഇവിടെ വരുമ്പോഴത്തേക്ക് ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ആവും. ഓൾറൈറ്റ്, സോ നമ്മൾ എന്ത് ചെയ്യുവാണ്, ഹെഡ് എന്താണ് 1000 തന്നെയാണ്. റൈറ്റ്, സോ ഹെഡ് ഈസ് 1000, അതിനെ റിട്ടേൺ ചെയ്യുവാണ്. സോ ഇവിടെ നിന്ന് വരുമ്പോൾ എന്തായിരിക്കും, ഹെഡ് എപ്പോഴും 1. സോ യു ക്യാൻ സി ഹെഡ് എപ്പോഴും ഈ പൊസിഷനിൽ ഫിക്സ്ഡ് ആണ്. റൈറ്റ്, കാരണം നമുക്ക് അറിയണം നമ്മൾ എവിടെ നിന്നാണ് തുടങ്ങിയത്, നമ്മുടെ എക്സ്പ്രഷൻ തുടങ്ങിയത് എവിടെ നിന്നാന്നുള്ള കാര്യം നമ്മൾ അറിയാൻ വേണ്ടിയാണ് നമ്മൾ ഹെഡ് പോയിന്റർ വെക്കുന്നത്. ഹെഡ് പോയിന്റർ വിൽ നെവർ ചേഞ്ച്. റൈറ്റ്, ആ ഹെഡ് പോയിന്റർ ചേഞ്ച് ആവാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ പിയിലോട്ട് ഇട്ടിട്ട് പീനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത്. പക്ഷെ ഹെഡിന് നമ്മൾ ഒന്നും ചെയ്യുന്നില്ല. ക്ലിയർ ആയോ? അപ്പൊ നമ്മുടെ ഇതും നമ്മൾ ചെയ്തു. ഇനി സപ്പോസ് അടുത്ത കൂടെ നമുക്ക് നോക്കാം, ഓരോ സ്റ്റെപ്സും വീണ്ടും നോക്കാം. സോ ഹെഡ് എന്ത് ചെയ്യുന്നു, ഹെഡ് ഇസ് ഇക്വൽ ടു ആഡ് ടേമിനെ വീണ്ടും വിളിച്ചു. ഇത്തവണ എന്താ, ഹെഡിന്റെ വാല്യൂ 1000 തന്നെയാണ്. 2,1 സിയിൽ 2 വരും ആൻഡ് ഇയിൽ 1 വരും. ഹെഡിൽ എന്താണ് 1000 തന്നെയാണ്. ഓൾറൈറ്റ്, സംതിങ് ലൈക്ക് ദിസ് 2 1. ഇനി നമ്മൾ എന്ത് ചെയ്യുവാണ്, ഇവിടെ വീണ്ടും നമ്മുടെ ഒരു നോഡിനെ ക്രിയേറ്റ് ചെയ്യും. സപ്പോസ് നമ്മൾ 3000 അഡ്രസ്സിൽ നമ്മൾ ഇതെല്ലാം ക്രിയേറ്റ് ചെയ്തു. റൈറ്റ്, 3000 ആണ് നമ്മൾ മെമ്മറി യൂണിറ്റിന്റെ അഡ്രസ്. റൈറ്റ്, സോ 3000 എവിടെ വരണം, യു ക്യാൻ സി എന്നിൽ വരണം. 3000 ഇവിടെ വന്നു. നൗ എന്ത് ചെയ്യാം, നമ്മൾ n ഓഫ് കോഎഫിഷ്യന്റ്. റൈറ്റ്, 3000 ഓഫ് കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ ഈ പൊസിഷൻ, 3000 ഓഫ് എക്സ്പൊണന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ പൊസിഷൻ, ആൻഡ് 3000 ഓഫ് നെക്സ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ പൊസിഷൻ. ആ പൊസിഷനിലോട്ട് നമ്മൾ സിയും ഇയും. റൈറ്റ്, സോ സി എന്തായിരുന്നു 2 ആൻഡ് ഈ രണ്ട് വാല്യൂസും നമ്മൾ എന്ത് ചെയ്യുന്നു, അവിടെ പ്ലേസ് ചെയ്യുന്നു. മറ്റേതിനെ നൾ എന്ന് പ്ലേസ് ചെയ്യുന്നു. യു ക്യാൻ സി ഇവിടെ ഞാൻ ക്യാപിറ്റൽ ആയിരിക്കുന്നത് ക്യാപിറ്റൽ തന്നെ വരണം. ദാറ്റ്സ് മൈ മിസ്റ്റേക്ക്, ഞാൻ മിസ്റ്റേക്ക് ചെയ്തതാണ്. നൾ ക്യാപിറ്റൽ തന്നെ വരണം. ഓൾറൈറ്റ്, അത് കേസ് സെൻസിറ്റീവ് ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, യു ക്യാൻ സി നമ്മൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞു. റൈറ്റ്, ഇവിടം വരെ നമ്മുടെ കഴ്സർ നിൽക്കുവാണ്. ഇനി ഇഫ് ഹെഡ് ഈക്വൽ ടു നൾ, ഒരിക്കലും അല്ല, ഹെഡ് നൾ അല്ല. നമ്മൾ എന്ത് ചെയ്യണം, സ്ട്രക്ട്. റൈറ്റ്, നോഡ് പി എന്ന് പറയുന്ന ഹെഡിന്റെ വാല്യൂ എന്താണ് 1000. സോ 1000 നമ്മൾ പിയിലോട്ട് ഇട്ടു. ഇനി നമ്മൾ എന്ത് ചെയ്യുവാണ്, പി ഓഫ് നെക്സ്റ്റ്, പി ഓഫ് 1000 എന്ന് പറയുമ്പോൾ യു ക്യാൻ സി പി എന്ന് പറഞ്ഞ 1000 നെക്സ്റ്റ് അതെന്താ 2000 നൾ ആണോ, അല്ല. റൈറ്റ്, അപ്പൊ എന്ത് ചെയ്യുന്നു, നമ്മൾ അടുത്തതിലോട്ട് പോകുന്നു. അപ്പൊ ബേസിക്കലി നമ്മൾ എന്താ ചെയ്യുന്നത്, ഈ ലൂപ്പില് നമുക്ക് ഇത് നള്ള് വരുന്ന വരെ നമ്മൾ എന്താണ് ട്രാവേഴ്സ് ചെയ്യുവാണ് ഇങ്ങോട്ടേക്ക്. ഓൾറൈറ്റ്, സോ പി ഓഫ് നെക്സ്റ്റ് 1000 ഓഫ് നെക്സ്റ്റ് എന്താണ് 2000 നള്ളാണോ, അല്ല. അപ്പൊ നമ്മൾ എന്താണ്, പിന്റെ വാല്യൂ അപ്ഡേറ്റ് ചെയ്യണം. നമ്മൾ എന്ത് ചെയ്യും, പി ഓഫ് നെക്സ്റ്റ് എന്താണ് 2000. ആ 2000 ആയിരിക്കും നമ്മൾ പിയിൽ അടുത്ത് കൊടുക്കാൻ പോകുന്നത്. എന്നിട്ട് നമ്മൾ വീണ്ടും ചെക്ക് ചെയ്യും. ഓൾറൈറ്റ്, സോ എന്താണ്, പി ഓഫ് നെക്സ്റ്റ് 2000 നെക്സ്റ്റ് എന്താണ് നള്ളാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ നള്ളെന്ന് കിട്ടി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഈ വയലിൽ നിന്ന് പുറത്തിറങ്ങും. സോ മനസ്സിലായോ, നമ്മൾ നള്ള് കിട്ടുന്ന വരെ എന്ത് ചെയ്യുവാണ്, നമ്മൾ ട്രാവേഴ്സ് ചെയ്യുവാണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, എന്നിന്റെ വാല്യൂ, ഇപ്പൊ എന്നിന്റെ വാല്യൂ എന്താണ് 3000. ആ 3000 നമ്മൾ ഇവിടെ ഫിക്സ് ചെയ്യും. ഓക്കെ, ഇതാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. സോ എന്നിന്റെ വാല്യൂനെ നമ്മൾ എന്ത് ചെയ്തു, പി ഓഫ് നെക്സ്റ്റ്, പി എന്താണ് 2000 നെക്സ്റ്റ് എന്താണ് നള്ളാണ്. നള്ള് വരുമ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. എന്നിട്ട് എന്നിന്റെ വാല്യൂ ഇപ്പൊ എന്താണോ അതിനെടുത്തിട്ട് അവിടെ ഫിറ്റ് ചെയ്യും. ഓൾറൈറ്റ്, സോ നമ്മൾ എന്ത് ചെയ്തു, 3000 അവിടെ ഇട്ടു. യു ക്യാൻ സി സംതിങ് ലൈക്ക് ദിസ്. അപ്പൊ എന്ത് ചെയ്യും, ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ആവും. ഓൾറൈറ്റ്, ഇനി നമ്മൾ എന്ത് ചെയ്യുകയാണ്, റിട്ടേൺ ഹെഡ് എന്തായിരുന്നു 1000 തന്നെയാണ്, 1000 നമ്മൾ റിട്ടേൺ ചെയ്യും. സോ ഇത്രയും കാര്യം നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യുവാണ്, സപ്പോസ് ഒരു ടേൺ കൂടെ നമുക്ക് നോക്കാം. അഗെയിൻ 70 ആഡ് ചെയ്യണം. 70. റൈറ്റ്, സോ എന്താണ് 7 ഇവിടെ വരും, 0 ഇവിടെ വരും. ഓൾറൈറ്റ്, സെയിം സിറ്റുവേഷൻ. ഓൾറൈറ്റ്, 70 ഹെഡ് 1000 തന്നെയാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു പുതിയൊരു നോഡ് ക്രിയേറ്റ് ചെയ്തു. അതിന്റെ വാല്യൂ 4000 ആണ്. 4000 എവിടെ പോകും, നമ്മുടെ എന്നിലോട്ട് പോകും. യു ക്യാൻ സി 4000 കംസ് ഓവർ ഹിയർ. ദെൻ നമ്മൾ എന്ത് ചെയ്യുവാണ്, ആ 4000 പോയിന്റ് ചെയ്യുന്ന കോയിഫിഷ്യന്റിൽ നമ്മൾ 7ഉം 0ഉം ഇട്ടു, നള്ളിട്ടു. ഇത്രയും കാര്യം നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുന്നതാണ്. ഇനി അഗെയിൻ ഇഫ് ഹെഡ് ഈക്വൽ ടു നൾ അല്ല, ഇഫ് ഹെഡ് നൾ അല്ല, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, സ്ട്രക്ട് പി എന്താണ്, ഹെഡ് എന്താണ് നമ്മുടെ 1000 നമ്മൾ പിയിലോട്ട്, നേരത്തെ 2000 ആയിരുന്നു. റൈറ്റ്, നമ്മൾ എന്ത് ചെയ്യുവാണ്, ഇപ്പൊ 1000 വീണ്ടും ആക്കി. റൈറ്റ്, നമ്മൾ ദാറ്റ് മീൻസ് നമ്മൾ ഇവിടെ നിന്ന് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുവാണ്. റൈറ്റ്, സോ പീനെ നമ്മൾ അവിടെ ആക്കിയിട്ട് നമ്മൾ എന്താണ് നെക്സ്റ്റ് നമ്മുടെ ഈ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയാണ്, ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഈ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി നമ്മൾ നോക്കുന്നത്. റൈറ്റ്, സോ പി പോയിന്റ് ചെയ്യുന്നതാണ് പിന്റെ നെക്സ്റ്റ് 2000 നള്ളാണോ, അല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, പിന്റെ വാല്യൂ ഒന്ന് അപ്ഡേറ്റ് ചെയ്യും. എന്താവും, യു ക്യാൻ സി പിന്റെ വാല്യൂ 2000 ആവും. 2000 നെക്സ്റ്റ് എന്താണ് 3000. ആ നള്ളാണോ, അല്ല. യു ക്യാൻ സി ഓവർ ഹിയർ, നള്ളാണോ, നോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും പിന്റെ വാല്യൂ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യും, 3000 ആക്കി. ഇനി നമ്മൾ വീണ്ടും നോക്കുവാണ്,
3000ന്റെ നെക്സ്റ്റ് നള്ളാണോ? 3000 നെക്സ്റ്റ് യെസ് നള്ളാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ സ്റ്റോപ്പ് ചെയ്യും, ഇങ്ങോട്ടേക്ക് വരും. എന്നിട്ട് എന്നിന്റെ വാല്യൂ എന്ത് ചെയ്യും? പി ഓഫ് നെക്സ്റ്റിലോട്ട്. ദാറ്റ് മീൻസ് നമ്മുടെ പി ഓഫ് നെക്സ്റ്റ് എന്താണ്? ഈ പൊസിഷൻ ആണ്. എന്നിന്റെ വാല്യൂ എന്താണ്? 4000. യു ക്യാൻ സി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഈ ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ഇവിടെ നിന്ന്, റൈറ്റ്, ഇവിടെ നമ്മൾ ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ്. യു ക്യാൻ സി സംതിങ് ലൈക്ക് ദിസ് 4000 നമ്മൾ ഇവിടെ ഇട്ട് കൊടുക്കും. ഓൾറൈറ്റ്, നമ്മൾ ദെൻ വി പ്രൊഡ്യൂസ് എ കണക്ഷൻ ഓവർ ഹിയർ. ഓൾറൈറ്റ്, മനസ്സിലായി? എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുവാണ്? ഹെഡിനെ റിട്ടേൺ ചെയ്യും. ഹെഡ് എന്താണ്? 1000 തന്നെയാണ്. സോ ഇൻ ദിസ് വേ യു ക്യാൻ സി നമ്മൾ എന്താ ചെയ്തത്? 5x, യു ക്യാൻ സി സംതിങ് ലൈക്ക് ദിസ്. 5x ക്യൂബ് 4x സ്ക്വയർ 2x raised to 1 plus 7x raised to 0. ഇതാണ് നമ്മൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തത്. ഓക്കെ, സോ ഈ ടേം ആണ് ഇവിടെ കാണുന്നത്, ഈ ടേം ആണ് ഇവിടെ കാണുന്നത്, ഈ ടേം ആണ് ഇവിടെ കാണുന്നത്, ഈ ടേം ആണ് ഇവിടെ കാണുന്നത്. ഓൾറൈറ്റ്, സോ ഇതാണ് നമ്മൾ ചെയ്തത്. പോളിനോമിയൽ വെച്ച് നമ്മൾ എന്ത് ചെയ്യാൻ, സോറി, നമ്മുടെ പോളിനോമിയൽ റെപ്രസെന്റേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ലിങ്ക് ലിസ്റ്റ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഇതിനെ കാണിക്കാൻ പറ്റും. ഓൾറൈറ്റ്, സോ ഇനി നമുക്കൊരു ഡിസ്പ്ലേ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ വെച്ചിട്ട് നമ്മൾ ഇതിനെ മുഴുവൻ ഡിസ്പ്ലേ എങ്ങനെ ചെയ്യുന്നുള്ള കാര്യം കൂടെ നമുക്ക് നോക്കാം. ഓൾറൈറ്റ്, അപ്പൊ നമ്മുടെ സിനാരിയോ ഇതാണ്. നമ്മുടെ ലിങ്ക് ലിസ്റ്റ് അത് വെച്ചിട്ട് നമ്മൾ എന്താണ് പോളിനോമിയലിന്റെ വാല്യൂസ് എല്ലാം ഇവിടെ സ്റ്റോർ ചെയ്ത് വെച്ചു. ഇനി നമ്മളൊരു ഡിസ്പ്ലേ എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആ ഫംഗ്ഷൻ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? പോളിനോമിയൽ ഫോമിൽ തന്നെ എഴുതാൻ ശ്രമിക്കും. ഓൾറൈറ്റ്, അതിന്റെ കോഡാണ് നമുക്ക് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഡിസ്പ്ലേ എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഉള്ളിലാണ് അത് എഴുതാനുള്ള ക്രമീകരണങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത്. മെയിൻ ഫംഗ്ഷന്റെ ഉള്ളിൽ നമ്മൾ വിളിക്കുവാണ് ഈ ഫംഗ്ഷൻ, ഡിസ്പ്ലേ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം എന്തെങ്ങനെയാ ചെയ്യുന്നുള്ള കാര്യം. ഓൾറൈറ്റ്, സോ യു ക്യാൻ സി നമ്മുടെ ഇപ്പോഴത്തെ സിനാരിയോയിൽ ഹെഡ് എന്താണ്? ഹെഡിന്റെ വാല്യൂ എന്താണ്? 1000 ആണ്, 1000. ഓക്കെ, ഹെഡ് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ആവുന്നത്. ഓൾറൈറ്റ്, അപ്പോൾ ദെൻ നമ്മൾ യു ക്യാൻ സി പോളിനോമിയൽ എന്ന് പറഞ്ഞ് നമ്മൾ എഴുതും. അത് നമ്മുടെ ഈ ഔട്ട്പുട്ട് സ്ക്രീൻ ഇവിടെ ആയിരിക്കും നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഹെഡ് 1000 ആണ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ വിളിക്കുമ്പോൾ, ഡിസ്പ്ലേ എന്ന് വിളിക്കുമ്പോഴത്തേക്കും ഇവിടെ വരും. അപ്പോൾ നമ്മൾ ഡിസ്പ്ലേ എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ലോക്കൽ വേരിയബിൾ ആയ ഹെഡിലും 1000 ആയിരിക്കും, പിയിലും 1000 ആയിരിക്കും. ഹെഡ് പിയിലോട്ട് പോകുന്നു. റൈറ്റ്, ഇത്രയും കാര്യങ്ങൾ നമുക്ക് ആദ്യം തന്നെ എഴുതി വെക്കാം. ഓക്കെ, അപ്പൊ മെയിൻ ഫംഗ്ഷനിലുള്ള ഹെഡിന്റെ വാല്യൂ 1000 ആണ്. ഡിസ്പ്ലേയിൽ നമ്മൾ പി 1000, ഹെഡ് 1000 ആണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഇനീഷ്യൽ നമ്മൾ ആദ്യം ചെയ്ത് വെക്കുന്നത്. ഇനി നമ്മൾ ഇവിടെ നിന്ന് കോൾ ചെയ്യുവാണ്. ഓൾറൈറ്റ്, കോൾ ചെയ്യുമ്പോഴാണ് ഈ വാല്യൂസ് എല്ലാം സെറ്റ് ആവുന്നത് കേട്ടോ. സോ കോൾ ഡിസ്പ്ലേ ഇവിടെ നമ്മൾ കോൾ ചെയ്തു. അപ്പൊ എങ്ങോട്ടേക്ക് പോകും? ഒബ്വിയസ്ലി ഇങ്ങോട്ടേക്ക് പോകും. റൈറ്റ്, അപ്പൊ എന്താണ്? ഹെഡിന്റെ വാല്യൂ 1000 ആയി. റൈറ്റ്, ഹെഡ് പിയിലോട്ട് 1000 ഇട്ട് കൊടുത്തു. ഓക്കെ, ഇത്രയാണ് സിറ്റുവേഷൻ. ഇനി യു ക്യാൻ സി നമ്മൾ എന്താ ചെയ്യുന്നത്? പി നോട്ട് ഈക്വൽ ടു നൾ ആണെങ്കിൽ ഇത് വൈലാണ്. വൈൽ പി നോട്ട്, ദാറ്റ് മീൻസ് പി നൾ ആവുന്നവരെ. സോ പി എന്താണ്? 1000 റൈറ്റ്, നള്ളാണോ? അല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? കണ്ടീഷൻ ട്രൂ, താഴത്തോട്ട് പോയി, ഇതിന്റെ അകത്തോട്ട് പോയി. പ്രിന്റ് എഫ്, യു ക്യാൻ സി എന്തായിരിക്കും പ്രിന്റ് എഫ് ചെയ്യാൻ പോവാ? അതിന് മുമ്പ് യു ക്യാൻ സി പ്രിന്റ് എഫ് പെർസെന്റേജ് ഡി, ഈ രണ്ട് കാര്യങ്ങളാണ് കാണിക്കുന്നത്. എന്തൊക്കെയാണ്? പിയിലുള്ള 1000, യു ക്യാൻ സി 1000 സൂചിപ്പിക്കുന്ന കോയിഫിഷ്യന്റും എക്സ്പോണന്റും, റൈറ്റ്, അതിനെ പ്രിന്റ് ചെയ്യുക. പക്ഷെ ഏത് ഫോമില്? ഏറ്റവും ആദ്യം നമ്മൾ പോളിനോമിയൽ ഈ പെർട്ടിക്കുലർ സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും പ്രിന്റ് ആവുക. റൈറ്റ്, പോളിനോമിയൽ. ദെൻ എങ്ങനെയായിരിക്കും? പെർസെന്റേജ് ഡി. ഈ പെർസെന്റേജ് ഡിന്റെ ഫസ്റ്റ് എന്താണ്? ദിസ് വൺ. സോ 5, റൈറ്റ്, 5 വരും. ദെൻ യു ക്യാൻ സി ദിസ് വൺ, എക്സ് റേസ് ടു, അത് പ്രിന്റ് ആവും. അത് കഴിഞ്ഞിട്ട് ഫോളോഡ് ബൈ പെർസെന്റേജ് ഡി, അതെന്താ? ഇതാണ്. അപ്പൊ എന്തായിരിക്കും? യു ക്യാൻ സി 3 ആയിരിക്കും. സോ 3 ഇങ്ങനെ ആയിരിക്കും, വിച്ച് ഇസ് നത്തിങ് ബട്ട് 5x ക്യൂബ് എന്നാണ് ശരിക്കും, പക്ഷെ ഇങ്ങനെ ആയിരിക്കും എഴുതാൻ പോകുന്നത്. റൈറ്റ്, സോ സൂപ്പർ സ്ക്രിപ്റ്റ് സപ്പോർട്ട് ചെയ്യാത്തതുകൊണ്ട്. റൈറ്റ്, സോ സംതിങ് ലൈക്ക് ദിസ് യു ക്യാൻ സി ഓൺ ദ സ്ക്രീൻ. ഇങ്ങനെ ആയിരിക്കും വരാൻ പോകുന്നത്. ഓൾറൈറ്റ്, അപ്പൊ ഇത്രയും നമ്മൾ ചെയ്ത് കഴിഞ്ഞു, ഇവിടം വരെ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഓൾറൈറ്റ്, ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? അടുത്ത കോഡ് എന്താണ് താഴെ എഴുതിയിരിക്കുന്നത്? ഇത്രയും ചെയ്തതിനു ശേഷം യു കം ഹിയർ. ഇനി നമ്മൾ എന്താണ്? പിന്റെ വാല്യൂ ഒന്ന് കൂട്ടി കൊടുക്കണം. 1000 നമ്മുടെ കഴിഞ്ഞു. ഇനി നമ്മൾ എന്തായിരിക്കും? 2000 ആയിരിക്കും എടുക്കേണ്ടത്. റൈറ്റ്, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? പിന്റെ വാല്യൂ അപ്ഡേറ്റ് ചെയ്യണം. അപ്പൊ പിന്റെ 1000 ആയിരുന്നു. പി ഓഫ് നെക്സ്റ്റ്, പി എന്താണ്? 1000 നെക്സ്റ്റ് എന്താണ്? 2000. അതായിരിക്കും നമ്മൾ പിയിലോട്ട് ഇടാൻ പോകുന്നത്. യു ക്യാൻ സി. റൈറ്റ്, ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇനി പി നമ്മൾ ആ വാല്യൂ അപ്ഡേറ്റ് ചെയ്തിട്ട് നമ്മൾ നോക്കും അത് നള്ളായോ എന്നുള്ള കാര്യം. നള്ളല്ല എങ്കിൽ അതിന്റെ അർത്ഥം എന്താ? ദർ ആർ മെനി മോർ ടേംസ്. അപ്പൊ ഓരോ ടേം എന്താണ്? അത് കഴിഞ്ഞിട്ട് ഒരു പ്ലസ് വരും. റൈറ്റ്, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അടുത്ത് നമ്മൾ ഉടനെ പ്ലസ് ആഡ് ചെയ്യും. സോ യു ക്യാൻ സി പ്ലസ് നമ്മൾ ആഡ് ചെയ്തു. എന്നിട്ട് നമ്മൾ ഇതെല്ലാം സി വൈൽ ലൂപ്പിന്റെ ഉള്ളിൽ തന്നെ നടക്കുന്നത്. റൈറ്റ്, സോ നമ്മൾ വീണ്ടും പോകും. ഇനി നമ്മുടെ അപ്ഡേറ്റഡ് പി വെച്ച് നമ്മൾ ചെക്ക് ചെയ്യും. പി നള്ളാണോ? അല്ല. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്?
അഗെയിൻ അതിനെ പ്രിന്റ് ചെയ്യാൻ പോവാ. എന്തിന്? ഈ ഫോമിൽ. നമ്മൾ ആ ഫോം നോക്കിയായിരുന്നു, ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പൊ എന്തായിരിക്കും വരാൻ പോകുന്നത്? യു ക്യാൻ സി 4, ഓൾറൈറ്റ്, ദിസ് 4 ആൻഡ് എക്സ് റേസ് ടു 2, റൈറ്റ്, ദാറ്റ് മീൻസ് 4x സ്ക്വയർ. അത് നമ്മൾ യു ക്യാൻ സി ഇറ്റ് ഹാസ് കം ഓവർ ഹിയർ. ഇനി നമ്മൾ എന്ത് ചെയ്യുകയാണ്? പീനെ അപ്ഡേറ്റ് ചെയ്യണം, കാരണം ഇത് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി പീന്റെ വാല്യൂ പി ഓഫ് നെക്സ്റ്റ്, പി 2000 നെക്സ്റ്റ് എന്താ 3000. സോ നമ്മൾ എന്ത് ചെയ്യും? പീന്റെ വാല്യൂ യു ക്യാൻ സി ഓവർ ഹിയർ 3000 ആയി, റൈറ്റ്. ഇനി നമ്മൾ വീണ്ടും ആ പി അപ്ഡേറ്റഡ് ആയ പി നള്ളാണോ? അല്ല, റൈറ്റ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുവാണ്? നള്ള അല്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? പ്ലസ് വെച്ചിട്ട് വീണ്ടും പ്രൊസീഡ് ചെയ്യും, റൈറ്റ്. എന്നിട്ട് വീണ്ടും ഈ ലൂപ്പിലോട്ട് മുകളിലോട്ട് പോകും, റൈറ്റ്. പിന്റെ വാല്യൂ എന്താ? 3000. 3000 നള്ളാണോ? അല്ല, റൈറ്റ്. ഇനി നമ്മൾ എന്ത് ചെയ്യും? 3000 വാല്യൂസിനെ ഇതുപോലെ തന്നെ എഴുതി വെക്കും. അതെന്തായിരിക്കും? യു ക്യാൻ സി 3000 എന്നാണ് 2, യു ക്യാൻ സി ദെൻ എക്സ് റേസ് ടു 1. അതായിരിക്കും നമ്മുടെ സ്ക്രീനിൽ അടുത്ത വരാൻ പോകുന്നത്. എന്നിട്ട് നമ്മൾ എന്താണ്? പിന്റെ വാല്യൂ അപ്ഡേറ്റ് ചെയ്യും. പി 3000 നിന്നും പി ഓഫ് നെക്സ്റ്റ് 4000 വരും. അപ്പൊ പി എന്തായിരിക്കും? 4000 അപ്ഡേറ്റ് ആവും, റൈറ്റ്. എന്നിട്ട് നമ്മൾ നോക്കും പി നള്ളാണോ? അല്ല. അതിനർത്ഥം എന്താണ്? ഇനിയും വാല്യൂ ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യും? ഓർ ക്യാൻ സി അല്ലെങ്കിൽ പ്ലസ്. എന്നിട്ട് നമ്മൾ എന്താണ്? വീണ്ടും മുകളിലോട്ട് പോയി. പി എന്താണ്? 4000 ആണ് നമ്മുടെ. സോ 4000 നള്ളാണോ? അല്ല, റൈറ്റ്. സോ പ്രിന്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? അഗെയിൻ അതിന്റെ കോയിഫിഷ്യന്റ് എക്സ്പോണന്റ് നമ്മൾ എഴുതി എക്സ് 7x റേസ് ടു 0, റൈറ്റ്. സോ നമ്മൾ 7x റേസ് ടു 0 എഴുതി. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? പി 4000 ആണല്ലോ. പിന്റെ വാല്യൂ അപ്ഡേറ്റ് ചെയ്ത് പി ഓഫ് നെക്സ്റ്റ് എന്താണ്? നള്ളാണ്, റൈറ്റ്. സോ പി എന്തായി? നള്ളായി, റൈറ്റ്. ഇനി നമ്മൾ ഇവിടെ ചെക്ക് ചെയ്യുവാണ്. പി നോട്ട് ഈക്വൽ ടു നൾ കണ്ടീഷൻ ട്രോ? പി നള്ളാണ്. സോ ഈ കണ്ടീഷൻ ഫോൾസ് ആയി ഇതിൽ നിന്നും പുറത്ത് വന്നു, അടുത്ത ലൈനിലോട്ട് പ്രിന്റ് ചെയ്തു, റൈറ്റ്. ദാറ്റ് മീൻസ് കഴിഞ്ഞു. ഇത് വേണമെങ്കിൽ കൊടുക്കാം, കൊടുക്കാതിരിക്കാം, റൈറ്റ്. അതിനർത്ഥം എന്താണ്? നമ്മുടെ ഇവിടെ നിന്ന് നമ്മൾ റിട്ടേൺ അടുത്ത ലൈനിലോട്ട് വന്നു, റിട്ടേൺ 0, നമ്മുടെ പ്രോഗ്രാം സക്സസ്ഫുൾ ആയി. സോ ദിസ് ഇസ് ഹൗ യു ഡിസ്പ്ലേ യുവർ പോളിനോമിയൽ. നമ്മൾ ചെയ്ത പോളിനോമിയൽ എന്തായിരുന്നു? ഇതായിരുന്നു. നമ്മൾ നേരത്തെ ആഡ് ടേം വെച്ചിട്ട് നമ്മൾ ഈ പോളിനോമിയൽ ജനറേറ്റ് ചെയ്തു. ദെൻ നമ്മൾ എന്താ? ഡിസ്പ്ലേ ഫംഗ്ഷൻ വെച്ചിട്ട് ഇതിനെ ഡിസ്പ്ലേ ചെയ്തു, ഓൾറൈറ്റ്. സോ ഇത്രയുമാണ് ബേസിക് ആയിട്ടുള്ള പോളിനോമിയലിനെ നമുക്ക് എങ്ങനെ റീപ്രസെന്റ് ചെയ്യാൻ പറ്റും യൂസിങ് ലിങ്ക് ലിസ്റ്റ്, റൈറ്റ്. സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദി കോൺസെപ്റ്റ്സ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമന്റ് സെക്ഷനിൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻസിനെ പോസ്റ്റ് ചെയ്യാം. ഞാൻ ആൻസർ ചെയ്യാൻ ശ്രമിക്കാം, ഓൾറൈറ്റ്. സോ താങ്ക് യു ഫോർ വാച്ചിങ്.